ഹായ് ഫ്രണ്ട്സ്, സച്ചിയുടെയും രേവതിയുടെയും ഏറ്റവും പുതിയ വിശേഷങ്ങളിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മൾ കഴിഞ്ഞ ദിവസം അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നത് സച്ചിയും രേവതിയും കൂടിയിട്ട് ഒരു വിവാഹ ഫംഗ്ഷന് പോയപ്പോൾ നമ്മുടെ ബീരാനെ നേരിട്ട് കാണുകയാണ് കേട്ടോ. അങ്ങനെ ഇത് ശ്രുതിയുടെ ഇളയച്ചനല്ല, ബീരാന് ഒരു ഇറച്ചി വെട്ടുകാരനാണെന്നുള്ള സത്യം മനസ്സിലാക്കി ബീരാനെയും കൂട്ടിയിട്ട് അവർ ചന്ദ്രോദയത്തിലേക്ക് എത്തുന്നുണ്ട്. അതിനുശേഷം വരുന്ന വിശേഷങ്ങളാണ് നമ്മൾ പറയാൻ പോകുന്നത്. അങ്ങനെ എല്ലാവരുടെയും മുമ്പിൽ വെച്ച് സച്ചിയും രേവതിയും ബീരാനെ കുറിച്ചുള്ള കാര്യങ്ങളെല്ലാം പറയുന്നുണ്ടെങ്കിലും ശ്രുതി അതിൽ നിന്നൊന്നും രക്ഷപ്പെടാൻ പറ്റാതെ ഇങ്ങനെ നിൽക്കുകയാണ് കേട്ടോ. ഈ സമയം ശ്രുതി പറയുന്നുണ്ട്, സച്ചി, നിന്നോട് ഞാൻ പലതവണ പറഞ്ഞിട്ടുണ്ട് എൻ്റെ കാര്യങ്ങളിൽ ആവശ്യമില്ലാതെ ഇടപെടരുതെന്നുള്ളത്. എന്നാൽ നീ എന്തിനാണ് ഇപ്പോൾ ഇളയച്ചനെയും കൂട്ടിയിട്ട് ഇങ്ങോട്ടേക്ക് വന്നിരിക്കുന്നത്? ഇളയച്ചൻ എന്തെങ്കിലും ഒരു അർജന്റ് മീറ്റിങ്ങിന് വന്നതായിരിക്കും. ഇദ്ദേഹം ഒരു ഹോട്ടലിൽ എവിടെയെങ്കിലും റൂം എടുത്തിരിക്കുകയാണല്ലോ. ബാ ഇളയച്ച, ഞാൻ കൊണ്ടാക്കാം എന്നും പറഞ്ഞിട്ട് ശ്രുതി ബീരാനെ വിളിച്ചിട്ട് പുറത്തേക്ക് ഇറങ്ങാൻ നോക്കുകയാണ് കേട്ടോ. എന്നാൽ രേവതി കയറിയിട്ട് മുമ്പിലേക്ക് അങ്ങ് നിൽക്കുന്നുണ്ട്. ദേ ശ്രുതി, ഒരടി ഇനി ഇവിടെ നിന്ന് അനങ്ങാൻ പാടില്ല. ഇത്രയും നാള് ഒരു കുടുംബത്തെ മുഴുവൻ വഞ്ചിച്ചതിന് ഇദ്ദേഹത്തിനിപ്പോൾ നല്ല കുറ്റബോധമുണ്ട്. നീ ഇദ്ദേഹത്തെ വലിച്ചുകൊണ്ട് എങ്ങോട്ടേക്കാ? ഞങ്ങള് മുഴുവൻ പറഞ്ഞു തീരട്ടെ എന്ന് പറയുന്നുണ്ട്. അപ്പോഴേക്കും ശ്രുതി വീണ്ടും അങ്ങ് ഞെട്ടിപ്പോവാണ്. കാരണം ഇത് ഇവിടെ അങ്ങ് നിൽക്കുന്ന ഒരു കേസല്ലെന്ന് ശ്രുതിക്ക് മനസ്സിലാവുന്നുണ്ട്. ബാ ഇളയച്ച, ഇവര് പറയുന്നതൊന്നും കാര്യമാക്കണ്ട എന്ന് പറഞ്ഞിട്ട് വീണ്ടും ഇളയച്ച ഇളയച്ച എന്ന് ഒരു 100 തവണ ശ്രുതി വിളിക്കുന്നുണ്ടല്ലോ. അപ്പോഴേക്കും സച്ചി ചോദിക്കുന്നുണ്ട്, അല്ല, നീ ഇളയച്ച ഇളയച്ച എന്ന് 1000 തവണ വിളിക്കുന്നുണ്ടല്ലോ. അതെ, ശരിക്കും ഇദ്ദേഹത്തിന്റെ ജ്യേഷ്ഠൻ നിന്റെ അച്ഛനാണോ എന്ന് ചോദിക്കുന്നുണ്ട്. അപ്പോഴേക്കും ശ്രുതി ഇങ്ങനെ ബീരാനെ നോക്കുന്നുണ്ടെങ്കിലും ബീരാൻ ഇങ്ങനെ കുനിഞ്ഞു തന്നെ നിൽക്കുകയാണല്ലോ. രേവതി പറയുന്നുണ്ട്, ദേ അവളെ നിങ്ങൾ ശ്രദ്ധിക്കണ്ട. ഇത്രയും നാള് ഒരു കുടുംബത്തെ മുഴുവനാണ് നിങ്ങൾ വഞ്ചിച്ചുകൊണ്ടിരിക്കുന്നത്. ഇനിയെങ്കിലും ഈ സത്യം തുറന്നു പറഞ്ഞേ മതിയാവുന്നേ. ശ്രുതിയാണെങ്കിൽ ബീരാനെ നോക്കിയിട്ട് അയ്യോ പറയല്ലേ എന്നുള്ള രീതിയിൽ ആക്ഷൻ കാണിക്കുന്നുണ്ടെങ്കിലും ബീരാൻ നേരെ രവിയുടെ മുമ്പിലേക്ക് അങ്ങ് ചെല്ലുകയാണ് കേട്ടോ. എന്നിട്ട് രവിയുടെ മുമ്പിൽ നിന്ന് കൈ കൂപ്പിയിട്ട് ബീരാൻ പറയുന്നുണ്ട്, നിങ്ങളെല്ലാവരും എന്നോട് ക്ഷമിക്കണം. സച്ചി പറഞ്ഞതെല്ലാം സത്യമാണ്. ഞാൻ ഈ നിൽക്കുന്ന ശ്രുതിയുടെ അച്ഛൻ്റെ അനിയനും അല്ല. ഞാൻ ഒരിക്കലും മലേഷ്യ കണ്ടിട്ട് പോലും ഇല്ല എന്ന് പറയണേ. ഇത് കേൾക്കുമ്പോഴേക്കും എല്ലാവരും അങ്ങ് ഷോക്കായി പോവാണ് കേട്ടോ. ചന്ദ്രമതിയൊക്കെ അങ്ങ് ഞെട്ടി പോകുന്നുണ്ട്. ശ്രുതി ഓടി വന്നിട്ട് ചോദിക്കുന്നുണ്ട്, നിങ്ങൾ എന്താ പറഞ്ഞത്? നിങ്ങൾ ശ്രുതിയുടെ ഇളയച്ചനല്ലെന്നോ? ഇപ്പോൾ പൈസയൊന്നും ശ്രുതിയുടെ സ്വത്തുക്കളൊന്നും തരാതിരിക്കാൻ വേണ്ടിയിട്ട് നിങ്ങൾ ഈ സച്ചിയുടെ കൂടെ നടന്ന് ഡ്രാമ നടത്തുകയല്ലേ എന്ന് ചോദിക്കുകയാണേ. എന്നാ ബീരാൻ പറയുന്നുണ്ട്, നിങ്ങൾ പറയുന്നത് പോലെ ഒന്നുമല്ല. ശ്രുതി പറഞ്ഞിട്ടാണ് ഞാൻ ഇത്രയും നാള് നിങ്ങളെല്ലാവരെയും ചതിച്ചത്. എന്നാൽ സച്ചി പറഞ്ഞതിന് ശേഷമാണ് ഞാൻ ചെയ്യുന്നത് എത്രമാത്രം തെറ്റാണെന്നുള്ളത് എനിക്ക് മനസ്സിലായത്. ഒരു പെൺകുട്ടിയുടെ ജീവിതമല്ലേ എന്ന് ഓർത്തിട്ടാണ് ഞാൻ ഇത്രയും നാള് ഇതിനെല്ലാം കൂട്ടുനിന്നത്. ഞങ്ങളുടെ നാട്ടില് ഒരുപാട് നാടകങ്ങളൊക്കെ കളിക്കാൻ പോകുന്നുണ്ടെങ്കിലും അഭിനയ മോഹം കൊണ്ടാണ് ഞാൻ ഇവരുടെ കെണിയിൽ വിട്ടുപോയത്. ഈ ശ്രുതിയെ എനിക്ക് അറിയത്തു കൂടിയില്ല. ശ്രുതിയുടെ കൂട്ടുകാരി മീരയെ എനിക്ക് നല്ല പരിചയമുണ്ട്. മീര പറഞ്ഞതനുസരിച്ചിട്ടാണ് ശ്രുതി എത്രയോ വലിയ കുഴപ്പത്തിലാണെന്ന് മനസ്സിലാക്കിയാണ് ഞാൻ ഇതിനെല്ലാം കൂട്ടി നിന്നത്. നിങ്ങളെല്ലാവരും എന്നോട് ക്ഷമിക്കണമെന്നൊക്കെ പറഞ്ഞ് ബീരാൻ ഇങ്ങനെ രവിയുടെ മുമ്പിൽ കൈകൂപ്പി നിൽക്കുകയാണ്. ഈ സമയം രേവതിയും പറയുന്നുണ്ട്, അച്ഛാ, അന്ന് എനിക്ക് നല്ല ഓർഡർ കിട്ടിയപ്പോൾ നമ്മളെല്ലാവരും കൂടിയിട്ട് ഇവിടെ നിന്ന് ബിരിയാണി വെച്ചില്ലേ? ഞാനന്ന് പോയിട്ട് ഇദ്ദേഹത്തിൻ്റെ കടയിൽ നിന്നാണ് അന്ന് ഇറച്ചി മേടിച്ചത്. എന്നാൽ എന്നെ കണ്ടപ്പോൾ തൊട്ടേ ഇദ്ദേഹം ഒരു മാസ്ക് വെച്ചിട്ടാണ് സംസാരിച്ചുകൊണ്ടിരുന്നത്. എന്നാൽ സച്ചിയേട്ടൻ ആ സമയത്ത് ഫോൺ ചെയ്തതുകൊണ്ട് തന്നെ ഞാൻ ശ്രദ്ധിച്ചില്ല. ഇപ്പോഴല്ലേ എനിക്ക് എല്ലാ കാര്യങ്ങളും മനസ്സിലായത്. ഇദ്ദേഹം വലിയൊരു ഇറച്ചി വെട്ടുകാരനാണെന്ന് പറയുകയാണേ. അപ്പോഴേക്ക് രവി ചോദിക്കുന്നുണ്ട്, നിങ്ങളെല്ലാവരും എന്തൊക്കെയാണ് ഈ പറയുന്നത്? എനിക്കൊന്നും മനസ്സിലാവുന്നില്ല. അപ്പോൾ നിങ്ങൾ ഇത്രയും നാൾ പറഞ്ഞ കാര്യങ്ങളെല്ലാം കളവായിരുന്നോന്നേ? ഇതെല്ലാം കേട്ടിട്ട് നമ്മുടെ ചന്ദ്രമതിയാണെങ്കിൽ നിൽക്കുന്നിടത്ത് നിന്ന് അവിടേക്ക് അങ്ങ് ഇരുന്നു പോവുകയാണ് കേട്ടോ. വർഷയാണെങ്കിൽ പെട്ടെന്ന് തന്നെ വെള്ളം എടുത്തുകൊണ്ട് വന്ന് ചന്ദ്രമതിക്ക് കൊടുക്കുന്നുണ്ട്. രവി ചോദിച്ചതിനൊന്നും ഒരു മറുപടിയും കൊടുക്കാൻ പറ്റാതെ തലകുനിച്ചിങ്ങനെ ബീരാൻ നിൽക്കുന്നുണ്ട്. എന്നാൽ സച്ചി പറയുന്നുണ്ട്,
അച്ഛൻ ഇപ്പോഴും കാര്യങ്ങളൊന്നും മനസ്സിലായില്ലേ? എൻ്റെ അച്ഛൻ ഇത്ര നിഷ്കളങ്കനായി പോയല്ലോ. അച്ഛാ, ഇതാണ് അവർ ഫ്ലാഷ് ബാക്ക് എല്ലാം ഇപ്പോൾ ഓപ്പൺ ആക്കിയിരിക്കുന്നത്. അച്ഛാ, ഇവരിപ്പോൾ വെറുതെ നടിക്കാൻ വേണ്ടി വന്ന ഒരു അഭിനേതാവ് മാത്രമാണെന്നേ. ഇത് കേൾക്കുമ്പോഴേക്ക് രവി ചോദിക്കുന്നുണ്ട്, അല്ല അപ്പോൾ നിങ്ങൾ പറഞ്ഞതുപോലെ ശ്രുതിയുടെ ഇളയച്ചൻ മലേഷ്യയിലാണെന്നും പിന്നീട് മലേഷ്യയിലെ ജയിലിലായി വീണ്ടും വന്ന ഒരു തവണ പറഞ്ഞു മലേഷ്യയിലെ ജയിലിൽ വെച്ച് അദ്ദേഹം മരണപ്പെട്ടെന്ന്, അതൊക്കെ ഒന്ന് ചോദിക്കുകയാണേ. അപ്പോഴേക്കും ബീരാൻ പറയുന്നുണ്ട്, എന്നോട് അതെല്ലാം ശ്രുതി പറഞ്ഞു തന്ന കാര്യങ്ങളാണ് ഞാൻ ഇവിടെ വന്ന് അഭിനയിച്ചിട്ട് പോയത്, അല്ലാതെ എനിക്ക് മറ്റൊന്നും അറിയില്ല. പെട്ടെന്ന് തന്നെ ശ്രുതി വന്നിട്ട് ചോദിക്കുന്നുണ്ട്, അയ്യോ അപ്പോൾ ശ്രുതിയുടെ അച്ഛൻ മലേഷ്യയിലില്ലേ? ശ്രുതി മലേഷ്യക്കാരിയല്ലേ? അപ്പോൾ ശ്രുതിയുടെ സ്വത്തുക്കളൊന്നും ഇനി മലേഷ്യയിലില്ലേ എന്നൊക്കെ ചോദിക്കുകയാണേ. ഈ സമയം ബീരാൻ പറയുന്നുണ്ട്, നിങ്ങൾ അതെല്ലാം ശ്രുതിയോട് നേരിട്ട് തന്നെ ചോദിച്ചോളൂ, എനിക്കതിനെക്കുറിച്ചൊന്നും അറിയില്ല. എന്നോട് ഇങ്ങനെ ഒരു റോളിൽ വന്ന് അഭിനയിക്കണമെന്ന് പറഞ്ഞു, അത് മാത്രം ഞാൻ ചെയ്തെന്നേ ഉള്ളൂ. എനിക്ക് ശ്രുതിയുടെ അച്ഛനെ അറിയില്ല, ശ്രുതിയെ എനിക്ക് ബാക്കി കാര്യങ്ങളൊന്നും അറിയില്ല എന്ന് പറയുന്നുണ്ട്. രവി അപ്പം ചോദിക്കുന്നുണ്ട്, നിങ്ങൾ എന്ത് ലാഘവത്തോട് കൂടിയിട്ടാണ് നിങ്ങൾ ഒരു വീട്ടിൽ വന്നിട്ട് അഭിനയിച്ച് തകർത്തെന്നങ്ങ് പറയുന്നത്? നിങ്ങളുടെ പ്രായത്തിനനുസരിച്ചുള്ള ഒരു പക്വതയെങ്കിലും നിങ്ങൾക്ക് കാണിക്കരുതായിരുന്നോ? നിങ്ങൾ എന്തെല്ലാം കള്ളത്തരങ്ങളാണ് ഇവിടെ വന്ന് പറഞ്ഞത്? അത് കേട്ടിട്ട് ഞങ്ങൾ ഒരു കുടുംബം മുഴുവൻ നിങ്ങളെ സ്നേഹിച്ചു. ഈ ഒരു കുടുംബത്തിലെ അംഗത്തെ പോലെയല്ലേ ഞങ്ങളെല്ലാം നിങ്ങളോട് പെരുമാറിയതെന്ന് ചോദിക്കുകയാണേ. ഈ സമയം ബീരാൻ പറയുന്നുണ്ട്, നിങ്ങൾക്ക് എന്നെ ചീത്ത വിളിക്കുകയോ അടിക്കുകയോ എന്താണെന്ന് വെച്ചാൽ ചെയ്യാം. ഞാൻ ചെയ്തത് അത്രത്തോളം വലിയ തെറ്റാണെന്ന് എനിക്കിപ്പോൾ ബോധ്യമായിട്ടുണ്ട്. ആദ്യമൊക്കെ ശ്രുതി പറഞ്ഞ സമയത്ത് ഞാൻ വന്ന് അഭിനയിച്ചതൊക്കെ ഒരു കളിയായിട്ടാണ്. പിന്നെ പിന്നെ പോകെയാണ് എനിക്ക് കാര്യത്തിൻ്റെ സീരിയസ്നെസ് മനസ്സിലായത്. എന്തായാലും ശ്രുതിയുടെ കള്ളത്തരത്തിന് ഞാൻ കൂട്ടുനിന്നതും വന്ന് അഭിനയിച്ചതും 1 രൂപ പോലും മേടിക്കാതെയാണ്. ഒരു പെൺകുട്ടിയുടെ ജീവിതത്തിൽ എന്തൊക്കെയോ പ്രശ്നങ്ങളുണ്ട്, അത് ഞാൻ കാരണം എന്തെങ്കിലും ഒരു സോൾവ് ആവുമെങ്കിൽ അത് നടക്കട്ടെ എന്ന് കരുതിയാണ് ഞാൻ വന്നത്. ഞാൻ സത്യസന്ധമായിട്ട് കഷ്ടപ്പെട്ട് ജീവിക്കുന്ന ഒരു മനുഷ്യനാണെന്നൊക്കെ ഇങ്ങനെ ബീരാൻ പറയുന്നുണ്ട്. ഇതെല്ലാം കേട്ടിട്ട് ചന്ദ്രമതി ആണെങ്കിൽ എന്ത് ചെയ്യണമെന്ന് പോലും അറിയാതെ അവിടെ തന്നെ അങ്ങ് തളർന്നിരിക്കുകയാണ് കേട്ടോ. അപ്പോഴേക്കും ബീരാൻ പറയുന്നുണ്ട്, ഞാൻ ചെയ്തത് എത്ര വലിയ തെറ്റാണെന്ന് എനിക്ക് മനസ്സിലായിട്ടുണ്ട്. ഈ കുടുംബത്തിലെ എല്ലാവരും നല്ലവരാണെന്നും എനിക്കറിയാം. എന്നാൽ അഭിനയിക്കാനുള്ള മോഹം കൊണ്ടാണ് ഞാൻ ഈ വലിയ ഒരു ചതിയിൽ വന്ന് പെട്ടുപോയത്. പിന്നെ ഒരു പെൺകുട്ടിയുടെ ഭാവി ജീവിതത്തിൽ ഒരു പ്രശ്നം ഉണ്ടാവരുതെന്ന് കരുതിയിട്ട് വീണ്ടും അതിനെ കൂട്ടുനിൽക്കേണ്ടി വന്നു. ഞാൻ ചെയ്തത് തെറ്റാണ്, നിങ്ങളെല്ലാവരും എന്നോട് ക്ഷമിക്കണമെന്നൊക്കെ ഇങ്ങനെ ബീരാൻ പറയുന്നുണ്ട്. സുധിയപ്പോഴേക്കും പറയുന്നുണ്ട്, അച്ഛാ ഇയാളെ വെറുതെ വിടാൻ പാടില്ല, ഇയാള് വലിയ ക്രിമിനലാണെന്ന്. എന്നാൽ സച്ചി പറയുന്നുണ്ട്, എടാ ഇദ്ദേഹം വെറും ചെറിയൊരു ക്രിമിനൽ മാത്രമാണ്, എന്നാൽ അകത്തിരിക്കുന്ന നിന്റെ ഭാര്യയാണല്ലോ, അവളാണ് ഏറ്റവും വലിയ ക്രിമിനല്, അവളെയല്ലേ ആദ്യം പോലീസിൽ കൊണ്ടുപോയി കൊടുക്കേണ്ടതെന്നേ. അപ്പോഴേക്കും ബീരാൻ വന്നിട്ട് ശ്രുതിയോടും പറയുന്നുണ്ട്, ശ്രുതിമോനെ ഞാൻ ചെയ്തത് തെറ്റ് തന്നെയാണ്, നിങ്ങളെന്നോട് ക്ഷമിക്കുന്നു പറഞ്ഞിട്ട് ശ്രുതിയുടെ അടുത്തേക്ക് ചെല്ലുകയാണ് കേട്ടോ. ശ്രുതി, എന്തായാലും നിന്നോട് ഞാൻ അന്ന് തന്നെ പറഞ്ഞു തന്നിരുന്നു, ഒരു കളവ് പറഞ്ഞ് ജീവിതത്തിൽ ഒരിക്കലും മുന്നേറാൻ പറ്റില്ലെന്ന്. ഒരു കളവ് പറഞ്ഞിട്ട് നീ അത് വീണ്ടും വീണ്ടും അതിൽ നിന്ന് രക്ഷപ്പെടാൻ വേണ്ടിയിട്ട് ഒരു 100 തവണ കളവ് പറയേണ്ടി വന്നു. പിന്നെ നിനക്ക് പ്രശ്നങ്ങൾ കൂടിക്കൂടി വന്നിരുന്നു. എന്നാലും എന്തായാലും ജീവിതത്തിൽ ഒരു മുന്നേറ്റവും നിനക്കുണ്ടായിട്ടില്ല. നമ്മളൊരു കളവ് ഒളിപ്പിച്ചു വെച്ചാൽ അതെന്നായാലും പുറത്തു വരും. എന്നാൽ ഇന്നിപ്പോൾ ആ സമയമായിരിക്കുകയാണ്. എന്തായാലും സത്യസന്ധമായിട്ട് ജീവിക്കാൻ നോക്ക്, ഞാൻ പോട്ടെ എന്നും പറഞ്ഞിട്ട് ബീരാൻ അവിടെ നിന്ന് അങ്ങ് ഇറങ്ങുകയാണ്. ഇതെല്ലാം കേട്ടിട്ട് നമ്മുടെ ശ്രുതിയാണെങ്കിൽ എന്ത് ചെയ്യണമെന്ന് പോലും അറിയാതെ ഇങ്ങനെ ആകെ ഷോക്കായി ഇങ്ങനെ നിൽക്കുകയാണ് കേട്ടോ. ശ്രുതിയുടെ കണ്ണിൽ നിന്ന് ഇങ്ങനെ കണ്ണീരൊക്കെ ഒഴുകുന്നുണ്ട്. തല ഉയർത്തി മറ്റുള്ളവരെ ഒന്ന് നോക്കാൻ പോലും പേടിച്ചിങ്ങനെ നിൽക്കുകയാണല്ലോ. അപ്പോഴേക്കും സച്ചി പറയുന്നുണ്ട്, അച്ഛാ അയാളെ കണ്ട അന്ന് തൊട്ടേ ഞാൻ പറഞ്ഞിരുന്നല്ലോ ഇയാൾ ഫ്രോഡാണെന്ന്. എന്നാൽ എന്നെ എല്ലാവരും കൂടി കുടികാരനാക്കി, എൻ്റെ വാക്കിന് വില തന്നുമില്ല. അപ്പോഴേക്ക് രേവതിയും പറയുന്നുണ്ട്, അതേ അച്ഛാ ഞാനും സച്ചിയേട്ടനും കുറേ ദിവസമായിട്ട് ശ്രുതിയുടെ പുറകെയാണ് ഇവളെക്കുറിച്ചുള്ള കള്ളത്തരങ്ങൾ കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട്. എന്നാൽ ഞങ്ങൾ പറഞ്ഞാൽ ആരും വിശ്വസിക്കില്ലല്ലോ എന്ന് കരുതിയാണ്
ഇത്രയും നാള് സത്യങ്ങൾ തെളിവോടുകൂടി കൊണ്ടുവരാൻ നിന്നത്. എന്നാലും ശ്രുതി എന്തിനാണ് ഇത്രയും വലിയ കള്ളത്തരങ്ങളൊക്കെ ഇവിടെ പറഞ്ഞതെന്നാണ് എനിക്ക് മനസ്സിലാവാത്തത്. ഞങ്ങള് പലതവണ ഇദ്ദേഹത്തിനെ മാർക്കറ്റിൽ വെച്ച് കണ്ടിട്ടുണ്ട്. പിന്നെ നമുക്ക് എന്തെങ്കിലും തെറ്റായിട്ട് തോന്നിയതായിരിക്കുമെന്ന് കരുതിയാണ് ഞങ്ങളും വെറുതെ ഇരുന്നേന്നൊക്കെ രേവതി പറയുന്നുണ്ട്. അപ്പോഴേക്കും സുധിയുടെ അടുത്തേക്ക് എന്നിട്ട് സച്ചി പറയുന്നുണ്ട്, എടാ ഓട്ടക്കാരാ, നീ വലിയ ഡിഗ്രിയൊക്കെ നേടിയിട്ട് ഭയങ്കര അറിവാളിയാണെന്നും പറഞ്ഞിട്ടല്ലേ അഹങ്കരിച്ചുകൊണ്ട് നടന്നിരുന്നത്. ഇനി നിന്റെ എണ്ണത്തിൽ കൂടുതലുള്ള ഡിഗ്രികളുടെ എല്ലാം സ്ഥാനത്ത് ഈ പൗഡർ അടതയുടെ പേര് നീ എഴുതി വെച്ചു. ഈ വീട്ടിലെ ഏറ്റവും വലിയ ബുദ്ധിശാലി ഇവളാണെന്ന് പറയുകയാണ്. അപ്പോഴേക്കും ശ്രുതി ഇങ്ങനെ സച്ചിയുടെ മുമ്പിൽ തലകുനിച്ച് നിൽക്കുകയാണല്ലോ. രവിയാണെങ്കിൽ ശ്രുതിയുടെ നേരെ ഒറ്റ വരവങ്ങോട്ട് വരുന്നുണ്ട് കേട്ടോ. ശ്രുതി എന്നൊരു വിളിക്കുമ്പോൾ ശ്രുതി ഇങ്ങനെ ഞെട്ടിപ്പോവാണേ. അത്രയും ദേഷ്യപ്പെട്ടിട്ടുള്ള രവിയുടെ ഒരു ഭാവം ആദ്യമായിട്ടാണ് അവിടെ എല്ലാവരും കാണുന്നത്. ശ്രുതി, നീ എന്താ വിചാരിച്ചു വെച്ചിരിക്കുന്നത്? ഈ വീട്ടിലുള്ള എല്ലാവരും മണ്ടന്മാരാണെന്നോ? ഇതെന്താ വല്ല നാടക കമ്പനിയുമാണോ? ഓരോരുത്തരെ നീ അഭിനയിക്കാനായിട്ട് വിളിച്ചുകൊണ്ട് വരുന്നത്? നീ ഒരു നല്ല പെൺകുട്ടിയാണെന്നാണ് ഞാൻ വിചാരിച്ചിരുന്നത്. എന്നാൽ ഒരു കുടുംബത്തിലിരുന്നുകൊണ്ട് ഒരു പെൺകുട്ടി ചെയ്യുന്ന കാര്യങ്ങളൊക്കെയാണോ നീ ചെയ്തു വെച്ചിരിക്കുന്നത്? ഇപ്പൊ തേണ്ടേ ആ ഇറച്ചി വെട്ടുകാരൻ വന്ന് പറഞ്ഞിട്ട് പോയതൊക്കെ എന്താ ഇതിനകത്തെ സത്യം എന്നൊക്കെ ചോദിച്ചിട്ട് രവി അങ്ങ് ദേഷ്യപ്പെടുകയാണ്. ശ്രുതിയാണെങ്കിൽ രവി ചോദിച്ചതിനൊന്നും മറുപടി കൊടുക്കാതെ സ്റ്റക്കായിട്ട് ഇങ്ങനെ നിൽക്കുകയാണ് കേട്ടോ. അപ്പോൾ സച്ചി പറയുന്നുണ്ട്, കണ്ടില്ലേച്ചാ, ഇനി അവളുടെ വായില് നാക്കുണ്ടോന്നേ തപ്പി നോക്കണം. ഇത്രയും നാള് ആ നാക്കിട്ട് ഇവിടെ കിടന്ന് കുറെ ആടിയതല്ലേ. ഇപ്പൊ തേണ്ടേ ഈ വീട്ടിലുള്ള എല്ലാവരുടെയും തലയിലും മുളകരച്ച് വെച്ചിട്ട് ചെവിയിലും പൂവും വെച്ചാണ് അവൾ എല്ലാവരെയും നിർത്തിയിരിക്കുന്നതെന്നൊക്കെ ഇങ്ങനെ സച്ചി പറയുന്നുണ്ട്. അപ്പോഴേക്ക് രവി പറയുന്നുണ്ട്, എന്ത് ശ്രുതി, ഈ വീട്ടിലുള്ള എല്ലാവരും പൊട്ടന്മാരും നീ വലിയ ബുദ്ധിശാലിയാണെന്നാണോ വിചാരിച്ചു വെച്ചിരിക്കുന്നതെന്ന്? അപ്പോഴേക്കും ശ്രുതി അത് അല്ല അങ്കിൾ എന്ന് പറഞ്ഞിട്ട് തുടങ്ങുമ്പോൾ, ഇനി നിനക്ക് വാ തുറക്കാനുള്ള ഒരവസരം പോലും ഇല്ല. ഇതിനു മുമ്പ് ശ്രുതിയെ കബളിപ്പിച്ച് ഒരു പെണ്ണ് കൊണ്ടുപോയ പൈസ അത് തിരിച്ചു കെട്ടിയിട്ട് നിന്റെ അച്ഛൻ തന്നതാണെന്നും പറഞ്ഞ് ഇവിടെ കൊണ്ടുവന്ന് ഒരു കട ആരംഭിച്ചു. അതിൽ നിന്ന് സത്യങ്ങൾ മനസ്സിലാക്കിയപ്പോൾ ഈ വീട്ടിൽ എത്രമാത്രം പ്രശ്നങ്ങളുണ്ടെന്ന് നീ നേരിട്ട് കണ്ടതാണ്. അന്ന് ഞങ്ങൾ എല്ലാവരും വിചാരിച്ചിരുന്നത് നീ ഈ ചെയ്തതിൽ വെച്ച് ഏറ്റവും വലിയ തെറ്റ് അതാണെന്നാണ്. എന്നാൽ ഇപ്പൊ തേണ്ടേ എവിടെയോ കിടന്ന് ഒരു ഇറച്ചി വെട്ടുകാരനെ സ്വന്തം ഇളയച്ചനാണെന്നും പറഞ്ഞ് ഈ വീട്ടിൽ കൊണ്ടുവന്ന് പരിചയപ്പെടുത്തിയിരിക്കുന്നു. അച്ഛൻ മലേഷ്യയിലുണ്ടെന്നും പറഞ്ഞ് ഇവിടെയുള്ളവരെ എല്ലാവരെയും പൊട്ടന്മാരാക്കി. ശ്രുതി, നിന്നോട് ഈ വീട്ടിൽ നിന്ന് ആരെങ്കിലും പണമുണ്ടോ, നിന്റെ വീട്ടിൽ നിന്ന് കൊണ്ടുപോവാനോ എന്തെങ്കിലും പറഞ്ഞിരുന്നോ? നീ തന്നെ സ്വന്തമായിട്ടുണ്ടാക്കിയ കഥയല്ലേ ഇതെല്ലാം. എന്തായാലും അന്നേ നിന്നോട് ഞാൻ പറഞ്ഞിരുന്നു, ഒരു വീട്ടിലെ മരുമകൾക്ക് ചേർന്ന പണിയല്ല ഇതൊന്നും. ഇനി ഇതുപോലൊരു തെറ്റ് നീ ആവർത്തിക്കരുതെന്നും ഞാൻ പറഞ്ഞിരുന്നു എന്ന് ചോദിക്കുകയാണേ. പറഞ്ഞിട്ടുണ്ടായിരുന്നു അങ്കിൾ എന്നും പറഞ്ഞിട്ട് ശ്രുതി ഇങ്ങനെ കരയാട്ടോ. അപ്പോഴേക്ക് രവി പറയുന്നുണ്ട്, അതെ, സച്ചിൻ രേവതിയും ഇപ്പോഴും ഈ സത്യങ്ങളൊന്നും കണ്ടുപിടിച്ച് പറഞ്ഞില്ലായിരുന്നെങ്കിൽ ഈ ആയുസ്സുകാലം മുഴുവൻ ഞങ്ങൾ എല്ലാവരും മണ്ടന്മാരായി നിൽക്കുകയല്ലായിരുന്നോന്നേ. അപ്പോഴേക്ക് സച്ചി പറയുന്നുണ്ട്, ഉറപ്പായിട്ട് വെച്ചാൽ അവൾ അങ്ങനെ തന്നെ നടക്കുകയുള്ളായിരുന്നു. ഇവള് പറഞ്ഞ കള്ളത്തരങ്ങളൊന്നും ദൈവങ്ങൾ പോലും പൊറുക്കുകയല്ലച്ച. അതുകൊണ്ടാണ് ഇവളെ തെളിവ് സഹിതം ഞങ്ങളുടെ മുമ്പിൽ തന്നെ വന്നു പെട്ടതെന്നേ. അപ്പോഴേക്കും രവി വീണ്ടും ശ്രുതിയുടെ അടുത്തേക്ക് ചെന്നിട്ട് പറയുന്നുണ്ട്, ദേ നോക്ക് ശ്രുതി, നീ എന്തിനു വേണ്ടിയിട്ടാണ് ഇതെല്ലാം ചെയ്തു വെച്ചിരിക്കുന്നതെന്ന് ഞങ്ങൾക്ക് മനസ്സിലാവുന്നില്ല. നിങ്ങളെ എപ്പോഴെങ്കിലും ഈ വീട്ടിലെ മരുമക്കളായിട്ട് ഞങ്ങൾ കണ്ടിട്ടുണ്ടോ? ഈ വീട്ടിൽ വന്ന 3 മരുമക്കളെയും ഞങ്ങൾ ഒരുപോലെയാണ് കണ്ടത്. എൻ്റെ കാര്യം വിട്. നിന്നെ തലയിൽ എടുത്തു വെച്ചുകൊണ്ട് നടന്ന ഈ വീട്ടിലെ ചന്ദ്രയുണ്ടല്ലോ, അവള് നിന്നെ എത്രമാത്രം സ്നേഹിച്ചു. അവളോട് പോലും നീ ഇത്രയും ചതി കാണിച്ചില്ലേ എന്നൊക്കെ ചോദിക്കുന്നുണ്ട്. ശ്രുതി, ഇതിൽ നിന്നൊക്കെ ഞങ്ങൾക്കൊന്നും മനസ്സിലാവുന്നില്ല. നീ എന്തിനു വേണ്ടിയിട്ടാണ് ഇത്രയും കള്ളത്തരങ്ങൾ പറഞ്ഞത്? നീ ആരാണെന്ന് പോലും ഇപ്പോൾ ഞങ്ങൾക്ക് അറിയില്ലല്ലോന്നേ. അതിന് ശേഷമായിട്ട് ശ്രുതിയുടെ അടുത്തേക്ക് ചെന്നിട്ട് രവി പറയുന്നുണ്ട്, ദേ നോക്ക് ശ്രുതി, നിനക്ക് ഈ കാര്യങ്ങളൊക്കെ അറിയാമായിരുന്നോ? അത് നിങ്ങൾ രണ്ടുപേരും കൂടി ചേർന്നിട്ടാണോ ഞങ്ങളെ എല്ലാവരെയും പറ്റിച്ചതെന്ന്? അച്ഛൻ എന്താ ഈ പറയുന്നത്? ഇവിടെ ഇപ്പം നടക്കുന്നത് എന്താണെന്ന് പോലും എനിക്ക് മനസ്സിലാവുന്നില്ല. ഇവൾ എന്തായി പറയുന്നതാണെന്നും എനിക്ക് ഇതുവരെ മനസ്സിലായിട്ടില്ല. ഞാൻ ആരുടെ കൂടെയാണ് ഇപ്പോൾ ജീവിക്കുന്നതെന്ന് പോലും അറിയാത്ത അവസ്ഥയിലാണ് ഞാൻ നിൽക്കുന്നതെന്ന് ശ്രുതി പറയുന്നുണ്ട്. ഈ സമയം രേവതി പറയുന്നുണ്ട്,
അന്ന് ശ്രുതിയുടെ അച്ഛൻ തന്നതാണെന്നും പറഞ്ഞ് നീലിമ തന്ന പൈസ ഇവളുടെ അച്ഛൻ തന്നതാണെന്നും പറഞ്ഞ് വലിയ ബിസിനസ്സൊക്കെ തുടങ്ങാൻ വേണ്ടിയിട്ട് ചെയ്തതിന് അന്നൊരു ന്യായം ഉണ്ടായിരുന്നു. അത് സ്വന്തം ഭർത്താവിന് വേണ്ടിയിട്ടാണെന്നും പറഞ്ഞ് ഇവൾ അന്ന് അഡ്ജസ്റ്റ് ചെയ്തു. എന്നാൽ ഇപ്പോൾ ഈ ചെയ്തു കൂട്ടിയതൊക്കെ ആർക്ക് വേണ്ടിയിട്ടാണെന്ന് ചോദിക്കുന്നുണ്ട്. ഈ സമയം സച്ചി പറയുന്നുണ്ട്, രേവതി നീ എന്തിനാണ് ഇവളെ ഇങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുന്നത്? ഇവളുടെ അടുത്ത് ഇങ്ങനെയൊന്നും അല്ല സംസാരിക്കേണ്ടത്. അതും ഇവള് വലിയ മലേഷ്യക്കാരിയാണെന്നും പറഞ്ഞ് ഈ നിൽക്കുന്ന രേവതിനെ എത്രമാത്രം പാടുപെടുത്തിയിട്ടുള്ളതാണെന്ന് എല്ലാവർക്കും അറിയാലോ. ഇവള് ഈ പറഞ്ഞ് ഓരോന്നും തെളിഞ്ഞു വരുന്നത് ചെറിയ ചെറിയ കളവുകൾ മാത്രം. ഇനി ഇവളിൽ നിന്ന് എന്തൊക്കെ പുറത്തു വരാൻ കാണും? ഇവളിപ്പോ വലിയ മലേഷ്യക്കാരിയാണ്, വലിയ പണക്കാരിയാണ്, ഇവളുടെ അച്ഛൻ മാമൻ എന്നും പറഞ്ഞിട്ട് എല്ലാവരുടെയും മുമ്പിൽ വെച്ചിട്ട് എത്ര ആട്ടമാടി. ഇപ്പോ എല്ലാവർക്കും സത്യങ്ങൾ മനസ്സിലായില്ലേ എന്ന് ചോദിക്കാനേ. എന്നാൽ രവി പറയുന്നുണ്ട്, എന്നാലും ശ്രുതി, നീ ഈ കണ്ട ഇറച്ചി വെട്ടുകാരൻ നിന്റെ ഇളയച്ചനാണ്, മലേഷ്യയിൽ നിന്ന് വന്നതാണെന്നും പറഞ്ഞ് എൻ്റെ അമ്മയുടെ മുമ്പിൽ പോലും വെച്ചിട്ട് ആ നാട്ടുകാരുടെ മൊത്തം മുമ്പിൽ വെച്ച് നീ ഇങ്ങനെ നാടകം ആടിയില്ലേ? നിനക്ക് ഇതിനൊക്കെ എങ്ങനെ സാധിക്കുന്നു? നീ ഒരു പെണ്ണാണോ എന്നൊക്കെ ഇങ്ങനെ രവി ചോദിക്കുന്നുണ്ട്. ഈ സമയം ശ്രുതി പറയുന്നുണ്ട്, അങ്കിൾ ഇല്ല അങ്കിൾ, ഞാൻ അങ്ങനെ ഒന്നും ഉദ്ദേശിച്ചില്ല എന്നും പറഞ്ഞിട്ട് തുടങ്ങുകയാണേ. എന്നാൽ രവി പറയുന്നുണ്ട്, ശരി, എന്തിനു വേണ്ടിയിട്ടാണ് നീ ഈ കള്ളങ്ങളെല്ലാം ചെയ്തു കൂട്ടിയതെന്ന് ഇപ്പോഴെങ്കിലും വാതുറന്ന് പറയാനേ. അത് അങ്കിൾ, ഞാൻ ആരെയും കബളിപ്പിക്കാൻ ഉദ്ദേശിച്ചതല്ല. ഞാനെന്നും പറഞ്ഞിങ്ങനെ ശ്രുതി തുടങ്ങുമ്പോഴേക്കും നമ്മുടെ ചന്ദ്രമതി അങ്ങ് എഴുന്നേക്കാണ് കേട്ടോ. നിർത്തടി മൂദേവി, നീ ഇനി വാ തുറന്നു പോകരുത്. ഇത്രയും നാള് നല്ലവളെ പോലെ ചമഞ്ഞ് എല്ലാവരുടെയും തലയിൽ നീ മുളകരച്ച് തേച്ചില്ലേ? നീ എന്നെ അത്രയ്ക്കും മണ്ടിയാക്കിയോടി എന്നൊക്കെ ചോദിച്ചിട്ട് ശ്രുതിയുടെ നേരെ ഒരു വരവാണ് കേട്ടോ. ഈ സമയം ശ്രുതിയാണെങ്കിൽ ആൻറ്റി ഞാൻ പറയുന്നതെന്നും പറഞ്ഞിട്ട് തുടങ്ങുമ്പോൾ തന്നെ, നീ ഇനി എന്നെ വാ തുറന്ന് അങ്ങനെയൊന്ന് വിളിച്ചു പോലും പോവരുത്. നീ എന്താടി എന്നെക്കുറിച്ച് വിചാരിച്ച് വെച്ചിരിക്കുന്നത്? ഒരു മലേഷ്യക്കാരി വന്നിരിക്കുന്നു. ഇത്രയും നാള് നീ എന്തൊക്കെ കള്ളത്തരങ്ങളാണ് ഇവിടെ ചെയ്തു കൂട്ടിയതും പറഞ്ഞു വെച്ചിരിക്കുന്നതും. നാക്കെടുത്ത അവളുടെ വായിൽ നിന്ന് അത്രയും കള്ളത്തരങ്ങളും മാത്രമേ പുറത്തോട്ട് വരുള്ളൂ. ഇത്രയും നാള് എല്ലാവരുടെയും മുമ്പിൽ വെച്ച് ഞാൻ കൂട്ടിക്കൊണ്ടുവന്ന മരുമകൾ എന്നും പറഞ്ഞിട്ട് നാട്ടുകാരുടെയും വീട്ടുകാരുടെയും മുമ്പിലും മൊത്തം ഞാൻ നിന്നെ തലയിൽ തൂക്കിക്കൊണ്ട് നടന്നതിന് നീ എനിക്ക് തന്ന ശിക്ഷയാണ് ഇതല്ലേടി? നീ എൻ്റെ മുഖത്ത് ചെരുപ്പ് എടുത്ത് അടിച്ചില്ലേടി എന്നൊക്കെ ചോദിച്ചിട്ട് ചന്ദ്രയാണെങ്കിൽ ശ്രുതിയുടെ നേരെ അങ്ങോട്ട് ചെന്നിട്ട് മുടിക്കുത്തിന് കയറി അങ്ങ് പിടിക്കുക കേട്ടോ. അപ്പോഴേക്കും രവി പറയുന്നുണ്ട്, ചന്ദ്രെ നീ ഒന്ന് സമാധാനിക്ക്, നീ ഒന്ന് പതുക്കെ എന്നൊക്കെ പറയുന്നുണ്ട്. ഇനി ഇതിൽ കൂടുതൽ ഞാൻ എന്ത് ക്ഷമിക്കാനാണ് രവിയേട്ടാ? ഇത് നിങ്ങൾ ആരും ഇടപെടണ്ട. ഇവള് ചതിച്ചതും വഞ്ചിച്ചതും എന്നെയും എൻ്റെ മകനെയാണെന്നും പറഞ്ഞിട്ട് ഒറ്റ അടി അങ്ങ് കൊടുക്കുകയാണ് കേട്ടോ ശ്രുതിയുടെ കാരണം നോക്കി. എന്നാൽ ശ്രുതിയാണെങ്കിൽ ഉറക്കെ അങ്ങ് കരയാണ് കേട്ടോ. ആൻറ്റി ഞാൻ പറയുന്നത് ഒന്ന് കേൾക്ക്. ഞാൻ ഒരിക്കലും ശ്രുതിയെ ചതിക്കാൻ നോക്കിയിട്ടില്ല. ആൻറ്റി എനിക്ക് വലിയ ഇഷ്ടമാണെന്നൊക്കെ പറയുന്നുണ്ട് കേട്ടോ. മതിയടി, നിന്റെ ഇഷ്ടവും സ്നേഹമൊക്കെ ഞാൻ ഇന്നത്തോടു കൂടി മനസ്സിലാക്കിയിട്ടുണ്ട്. എവിടെയോ കിടന്ന ഒരു ഇറച്ചി വെട്ടുകാരനെ വിളിച്ചുകൊണ്ട് വന്നിട്ട് അയാൾക്ക് ഞാൻ കണ്ട അടിമപ്പണി മൊത്തം ചെയ്ത് കൊടുത്തു. ഇപ്പോൾ അതൊക്കെ ചിന്തിക്കുമ്പോൾ എനിക്ക് എന്നോട് തന്നെ അറപ്പ് തോന്നുകയാണെന്നൊക്കെ ഇങ്ങനെ ചന്ദ്ര പറയുന്നുണ്ട്. അതിനുശേഷമായിട്ട് സുധീരുടെ അടുത്തേക്ക് അങ്ങ് ചെല്ലുന്നുണ്ട് കേട്ടോ. എടാ, ഇവളെക്കുറിച്ച് നിനക്ക് ഇത് വല്ലതും അറിയാമായിരുന്നോന്നേ? അമ്മ എന്താ ഈ പറയുന്നത്? അമ്മ പറഞ്ഞതും അമ്മയുടെ കൺമുമ്പിൽ കണ്ടതും അല്ലാതെ എനിക്ക് മറ്റൊന്നും അറിയില്ല എന്ന് പറയുകയാണേ. അപ്പോഴേക്കും വീണ്ടും ശ്രുതിയുടെ അടുത്തേക്ക് വന്നിട്ട് ചന്ദ്ര പറയുന്നുണ്ട്, സ്വന്തം ഭർത്താവിനെ പോലും വഞ്ചിച്ചിട്ട് നീയൊക്കെ എങ്ങനെ അവൻ്റെ കൂടെ ജീവിച്ചടി? ഇത്രയും നാള് നിന്റെ ഒന്നും അടുത്ത് വിശ്വസിച്ചൊന്ന് കിടക്കാൻ പോലും പറ്റില്ല. കിടന്ന് ഉറങ്ങുന്ന സമയത്ത് തലയിൽ വല്ല കല്ലും എടുത്തിട്ട് കൊല്ലാൻ പോലും നീയൊന്നും മടിക്കില്ല എന്ന് പറയുന്നുണ്ട്. അപ്പോഴേക്ക് ശ്രുതി പറയുന്നുണ്ട്, ആൻറ്റി അങ്ങനെ ഒന്നും പറയല്ലേ ആൻറ്റി, ഞാൻ അങ്ങനെയൊന്നും എന്നൊക്കെ പറയുമ്പോഴേക്കും വീണ്ടും മതിയടി, നീ ഇനി വാ തുറന്നിട്ടുണ്ടെങ്കിൽ ഇവിടെ നിന്ന് നിന്നെ ഞാൻ ജീവനോടെ വിടില്ല എന്നും പറഞ്ഞിട്ട് വീണ്ടും മാറിപ്പോയിട്ട് 2 കർണത്തിനിട്ടും ചന്ദ്രയങ്ങ് അടിക്കുകയാണ് കേട്ടോ. എന്നാൽ ചന്ദ്രയെ പിടിച്ചു മാറ്റാൻ പോലും അവിടെയുള്ളവരാരും തുനിയുന്നില്ല. കാരണം എല്ലാവരും ഒരുപോലെ പറ്റിക്കപ്പെട്ടിരിക്കുകയാണല്ലോ.
ഈ സമയം ശ്രുതിയാണെങ്കിൽ ചന്ദ്രയുടെ കാലിലേക്ക് അങ്ങ് വീഴുകയാണ് കേട്ടോ. എന്നാൽ കാലുകൊണ്ട് തന്നെ ശ്രുതിയെ ഇങ്ങനെ ചവിട്ടി മാറ്റുകയാണ്. നിന്റെ ഒന്നും ദേഹത്ത് പോലും തൊടാൻ പറ്റില്ലടി, അത്രയ്ക്കും നീ ദുഷിച്ചവളാണ്. ഇത്രയും കളവുകളൊക്കെ എങ്ങനെ ഒരാൾക്ക് പറയാൻ കഴിയും? നാട് നീളെ എൻ്റെ കൂട്ടുകാരോടും കുടുംബക്കാരോടും ഞാൻ കൂട്ടിക്കൊണ്ടുവന്ന മരുമകള് എൻ്റെ മലേഷ്യക്കാരി മരുമകളെന്നും പറഞ്ഞ് നിന്നെ ഞാൻ തലയിൽ കയറ്റി വെച്ച് നടന്നുകൊണ്ടാടിയില്ലേ, അതിനൊക്കെ നീ എനിക്ക് തന്ന സമ്മാനമാണ് ഇതല്ലേ എന്നൊക്കെ പറഞ്ഞിട്ട് ചന്ദ്രമതി അങ്ങ് ഒച്ചയിടുകയാണേ. അപ്പോഴേക്കും സച്ചി പറയുന്നുണ്ട്, അത് തന്നെയാണ് നിങ്ങൾ ചെയ്ത ഏറ്റവും വലിയ തെറ്റ്. നിങ്ങൾക്കുണ്ടായിരുന്ന 3 മരുമക്കളിൽ നിങ്ങൾ ഇവളെ തലയിലെടുത്ത് വെച്ച് അങ്ങ് ആടുമല്ലായിരുന്നോ? ചിലരെ തലയിലെടുത്ത് വെക്കും, ബാക്കിയുള്ളവരെ കാലിനടിയിലിട്ട് ചവിട്ടിയായിരിക്കും. അതല്ലേ നിങ്ങളുടെ സ്വഭാവം? നിങ്ങൾ പണം നോക്കിയിട്ട് നിങ്ങളുടെ മരുമക്കളെ സ്നേഹിച്ചു, അതിന് കിട്ടിയ ശിക്ഷയാണെന്നൊക്കെ ഇങ്ങനെ സച്ചി പറയുന്നുണ്ട്. ഈ സമയം രേവതിയാണെങ്കിൽ പറയുന്നുണ്ട്, സച്ചിയേട്ടൻ ഇപ്പോൾ ഒന്നും മിണ്ടണ്ടാന്നേ. ഇപ്പോൾ ഇത് കേട്ടിട്ട് ചന്ദ്ര പറയുന്നുണ്ട്, കേട്ടില്ലേടി നീ, ഇത് കേട്ടില്ലേ? ആ കുടിയൻ പോലും ഇപ്പൊ എന്നോട് ചോദ്യം ചെയ്യാൻ തുടങ്ങിയിരിക്കുന്നു. അവൻ ചോദിക്കുന്നതൊന്നും സത്യമായിട്ടുള്ള കാര്യങ്ങൾ അല്ലായിരുന്നെങ്കിൽ എനിക്ക് തക്ക മറുപടി കൊടുക്കായിരുന്നു. ഇപ്പോൾ ഞാൻ എന്താടി അവനോട് പോലും എനിക്ക് തിരിച്ചൊരു മറുപടി കൊടുക്കാൻ വയ്യാത്ത അവസ്ഥയിൽ നീ എന്നെ കൊണ്ടെത്തിച്ചില്ലേ? ഇപ്പോൾ അവൻ ചോദിക്കും, കുറച്ച് നാൾ കഴിയുമ്പോൾ ആ പൂക്കെട്ടുകാരി എന്നോട് ചോദ്യം ചോദിക്കാൻ തുടങ്ങും. പിന്നെ നാട്ടുകാർ മുഴുവൻ ചോദിക്കും, ഈ പറയുന്നവരെല്ലാം എൻ്റെ മുഖത്ത് കാർക്കിച്ച് തുപ്പുകയല്ലേടി ഞാൻ കൂട്ടിക്കൊണ്ടുവന്ന മരുമകളെന്നും പറഞ്ഞിട്ട് അവിടെ ഇരിക്കുന്ന സാധനങ്ങളെല്ലാം ഇങ്ങനെ വലിച്ചെറിയാണ് കേട്ടോ ചന്ദ്രമതി ചെയ്യുന്നത്. ആൻറ്റി പ്ലീസ് ആൻറ്റി എന്നോടൊന്ന് ക്ഷമിക്കുന്നൊക്കെ പറഞ്ഞിട്ട് ശ്രുതി വീണ്ടും ചന്ദ്രമതിയെ ഇങ്ങനെ പിടിച്ച് മാറ്റാനായിട്ട് ശ്രമിക്കുന്നുണ്ട്. അപ്പോഴേക്കും ശ്രുതിയെ പിടിച്ചൊരു തള്ളുകയാണ് കേട്ടോ ചന്ദ്ര ചെയ്യുന്നത്. എന്നിട്ട് വീണ്ടും ചന്ദ്രമതി പറയുന്നുണ്ട്, നോക്കടി പാവോ എൻ്റെ മോൻ, അവനെ പോലും ഇങ്ങനെ കബളിപ്പിക്കാനായിട്ട് നിനക്ക് എങ്ങനെ തോന്നിയടി? നീ ഒരു മനുഷ്യ ജന്മമാണോ? ഞാനിനി എങ്ങനെ നാട്ടുകാരുടെയും വീട്ടുകാരുടെയും മുമ്പിൽ തലകുനിച്ച് നിൽക്കും? അല്ലെങ്കിൽ തന്നെ നിന്നെ പറഞ്ഞിട്ട് എന്താ കാര്യം? നീ പറഞ്ഞതെല്ലാം വിശ്വസിച്ച് തലയാട്ടി നിന്നെ തലയിൽ കയറ്റി വെച്ച് നടന്ന എന്നെ പറഞ്ഞാൽ മതിയല്ലോ. ഇപ്പോൾ എന്നെക്കുറിച്ച് ഓർക്കുമ്പോൾ എനിക്ക് തന്നെ നാണക്കേടാവുന്നു എന്ന് പറഞ്ഞിട്ട് ചന്ദ്രമതി വീണ്ടും ഇങ്ങനെ അവിടെ ഇരിക്കുന്ന സാധനങ്ങളൊക്കെ എറിഞ്ഞ് പൊട്ടിക്കുന്നുണ്ട് കേട്ടോ. എന്നാൽ വീണ്ടും ശ്രുതി പറയുന്നുണ്ട്, ആൻറ്റി പ്ലീസ് ആൻറ്റി, എന്നാലും ഞാൻ എല്ലാ കള്ളത്തരങ്ങളൊക്കെ പറഞ്ഞത് ശരിയാണ്, എന്നാൽ ശ്രുതിയെ ഞാൻ ഒരിക്കലും പറ്റിച്ചിട്ടില്ല എന്നൊക്കെ പറയുകയാണ്. അപ്പോഴേക്കും വീണ്ടും ചന്ദ്രയ്ക്കങ്ങ്, ഇനി നീ എൻ്റെയോ എൻ്റെ മോൻ്റെ പേരോ നീ സംസാരിച്ചു പോവല്ലേ എന്നൊക്കെ പറഞ്ഞിട്ട് ചന്ദ്രമതി വീണ്ടും ശ്രുതിക്കിട്ട് ഒരെണ്ണം കൊടുക്കുന്നുണ്ട്. എന്നാൽ ശ്രുതിയാണെങ്കിൽ വീണ്ടും ശ്രുതി ഞാൻ പറയുന്നത് ഒന്ന് കേൾക്കെന്നും പറഞ്ഞിട്ട് ശ്രുതിയുടെ അടുത്തേക്ക് ചെല്ലുകയാണ് കേട്ടോ. ശ്രുതിയാണെങ്കിൽ മുഖം വെട്ടിച്ചിങ്ങനെ നിൽക്കുന്നതല്ലാതെ ശ്രുതി ഒന്നും നോക്കുന്ന പോലുമില്ല. അപ്പോഴേക്ക് ചന്ദ്രമതി അങ്ങോട്ട് ചെന്നിട്ട്, നീ ഇനി എൻ്റെ മോൻ്റെ അടുത്ത് എന്താടി പറയാൻ പോകുന്നത്? ഇത്രയും നാൾ പറഞ്ഞതൊന്നും നിനക്ക് മതിയായില്ലല്ലേ എന്ന് ചോദിച്ചിട്ട് വീണ്ടും പിടിച്ചിട്ട് കതകിന് വെളിയിലേക്ക് അങ്ങ് തള്ളുകയാണ് കേട്ടോ. ഇനി നീ ഈ ഒരു നിമിഷം പോലും എൻ്റെ ഈ വീട്ടിനുള്ളിൽ നിൽക്കാൻ പാടില്ല, എവിടെയാണെന്ന് പോയി ചാകടി എന്നൊക്കെ പറഞ്ഞിട്ട് ചന്ദ്രമതി പിടിച്ചങ്ങ് തള്ളുകയാണ് കേട്ടോ. അപ്പോഴേക്കും രവി പറയുന്നുണ്ട്, ചന്ദ്രേ, ആ പെൺകുട്ടി എന്തോ പറയാൻ വേണ്ടി വരുന്നുണ്ടല്ലോ, അതുകൂടി ഒന്ന് കേൾക്കുന്നേ. ഇത്രയും നാള് പറഞ്ഞതും കേട്ടതൊന്നും നിങ്ങൾക്ക് മതിയായില്ലേ? ഇനി അവളുടെ വായിൽ നിന്ന് എന്താ കേൾക്കാനുള്ളതെന്നും ചോദിച്ചിട്ട് ചന്ദ്രമതി പിടിച്ചങ്ങ് തള്ളുകയാണ്. എന്നാൽ ശ്രുതിയാണെങ്കിൽ മാറി ഇങ്ങനെ വർഷയുടെയും രേവതിയുടെയും ഒക്കെ അടുക്കലേക്ക് ചെന്നിട്ട് കൈകൂപ്പി ഇങ്ങനെ നിൽക്കുകയാണ് കേട്ടോ. നിങ്ങൾ ആരെങ്കിലും ഒന്നും പറ, എനിക്ക് ഒരവസരം കൂടി തരാനേ, ഞാനൊന്ന് മുഴുവൻ പറഞ്ഞോട്ടെ എന്നൊക്കെ ചോദിച്ചിട്ട് വീണ്ടും കെഞ്ചുകയാണ്. എന്നാൽ ആരും ഒരക്ഷരം പോലും മിണ്ടുന്നില്ല കേട്ടോ. കാരണം എല്ലാ ചാൻസും നമ്മുടെ ചന്ദ്രമതിക്ക് അങ്ങ് വിട്ടുകൊടുത്തേക്കാണ്. ചന്ദ്രമതിയാണെങ്കിൽ വീണ്ടും, ഇനി നീ ഒരക്ഷരം ഇവിടെ നിന്ന് സംസാരിച്ചിട്ടുണ്ടെങ്കിൽ ചൂലുകെട്ടെടുത്ത് അടിച്ചായിരിക്കും നിന്നെ ഞാൻ ഇവിടെ നിറക്കുക. മര്യാദയ്ക്ക് നിന്റെ കെട്ടും കിടക്കയെല്ലാം എടുത്തിട്ട് നീ മലേഷ്യയിലേക്കോ കുപ്പത്തൊട്ടിലേക്കോ എവിടെ വേണേലും പൊക്കോന്നും പറഞ്ഞിട്ട് ചന്ദ്രമതി അങ്ങ് ഡോറ് ക്ലോസ് ചെയ്യാണ് കേട്ടോ. ആ എപ്പിസോഡ് കാണിച്ചുകൊണ്ടാണ് നമ്മുടെ ഇന്നത്തെ വിശേഷങ്ങൾ അവസാനിക്കുന്നത്. ഇതിൻ്റെ ബാക്കി വിശേഷങ്ങളുമായിട്ട് അടുത്ത എപ്പിസോഡിൽ കാണും വരേക്കും. താങ്ക് യു ഫോർ വാച്ചിങ്. നമ്മുടെ ചാനൽ ഇഷ്ടമായ ഒന്ന് ലൈക്ക് ചെയ്തും ഹൈപ്പ് ചെയ്തും സബ്സ്ക്രൈബ് ചെയ്തും സപ്പോർട്ട് ചെയ്യണേ. ബൈ.